Welcome to another video of Cost of Capital. Cost of Capital എന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ പാർട്ട് അതുപോലെ തന്നെ ഹൗ ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇതാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ്. ഒരു കമ്പനിക്ക് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പല സോഴ്സ് ഓഫ് ഫൈനാൻസ്, അത് ഇക്വിറ്റി ആകാം, ഡെപ്റ്റ് ഫണ്ട്സ് ആകാം, ഇതിനെല്ലാം കമ്പനി കൊടുക്കുന്ന അല്ലെങ്കിൽ കമ്പനിക്ക് അത് റേസ് ചെയ്യാൻ വരുന്ന കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദി റേറ്റ് ഓഫ് എ ഫേം പേസ് ടു ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദി യൂസ് ഓഫ് ദെയർ മണി. കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അവരെല്ലാം അവർ കൊടുത്ത പണത്തിന് ഒരു സർട്ടൻ റേറ്റ് ഓഫ് റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ കമ്പനി ആ കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാവുന്നതാണ്. ഒന്ന് ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലും മറ്റൊന്ന് കമ്പനി പോയിന്റ് ഓഫ് വ്യൂവിലും. From the investors' point of view, it is the return expected by the investors. ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള അവരുടെ ഫണ്ടിന് അവർക്ക് കിട്ടാവുന്ന, അവർ പ്രതീക്ഷിക്കുന്ന ഒരു റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫ്രം ദി കമ്പനി പോയിന്റ് ഓഫ് വ്യൂ, ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻക്വേർഡ് ബൈ ഇറ്റ്. ഇനി കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ കമ്പനിക്ക് ഇത് റേസ് ചെയ്യാൻ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇത്തരം രീതിയിലുള്ള ഫണ്ടുകൾ റേസ് ചെയ്യാൻ കമ്പനിക്ക് വരുന്ന ചെലവുകളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്തൊക്കെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് വൺ, യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഫണ്ടും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ആയിക്കോട്ടെ, ഇക്വിറ്റി ആയിക്കോട്ടെ, പ്രിഫറൻസ് ഷെയർ ആയിക്കോട്ടെ, ഓരോ ഇൻവെസ്റ്റ്മെന്റും സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യാനും ഓരോ ഫൈനാൻസിനും എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് എന്ന് അനലൈസ് ചെയ്യാനും ഒക്കെ നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറ്റ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി. ഡെപ്റ്റ് ഫണ്ട്സിന്റെയും ഇക്വിറ്റി ഫണ്ടിന്റെയും കോമ്പിനേഷനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ക്യാപിറ്റൽ സ്ട്രക്ചർ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞത് ഏതാണോ, അതുപോലെ തന്നെ കമ്പനിയുടെ വാല്യൂ ഏറ്റവും മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന ഫണ്ട് ഏതാണോ അതാണ് സെലക്ട് ചെയ്യുന്നത്. അതിനെല്ലാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് ദി മെത്തേഡ് ഓഫ് ഫൈനാൻസ്. ഏത് രീതിയിലുള്ള ഫൈനാൻസ്, ദാറ്റ് മീൻസ് ഇക്വിറ്റി ആണോ, ഡെപ്റ്റ് ഫണ്ട്സ് ആണോ, ഏതിനാണോ കോസ്റ്റും ബെനിഫിറ്റും അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാനും കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, യൂസ്ഫുൾ ഇൻ വാല്യുവേഷൻ ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്. കമ്പനിയുടെ പെർഫോമൻസ് മാനേജ്മെന്റിനെ ഇത് സഹായിക്കുന്നുണ്ട്. കാരണം കമ്പനിയുടെ പല സ്ട്രാറ്റജികളും അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ബെസ്റ്റ് മെത്തേഡ് അവർ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏത് ഫൈനാൻസ് ആണോ അവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുന്നത്, അതെല്ലാം കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അതുവഴി ഒരു കമ്പനിയുടെ പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻ പ്രൊജക്റ്റ്. നെക്സ്റ്റ്, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ഒക്കെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം ചീപ്പ് റേറ്റ് ആണ് കമ്പാരിറ്റീവ്ലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയും. അപ്പോൾ ഈ രീതിയിൽ ഡിബഞ്ചേഴ്സ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന പ്രോഫിറ്റുകളെല്ലാം തന്നെ കമ്പനിക്ക് മറ്റ് പല എക്സ്പാൻഷൻ പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഏറ്റവും നല്ല രീതിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല റിസോഴ്സുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാനും, ദാറ്റ് മീൻസ് അവിടെ കോസ്റ്റ് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ബെനിഫിറ്റ് അനലൈസ് ചെയ്യുക, ഇതിനെല്ലാം റിസോഴ്സ് നല്ല രീതിയിൽ യൂസ്ഫുള്ളായി ഉപയോഗിക്കാനും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, അതർ യൂസസ്, ദാറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് വിത്ത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും എല്ലാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്? ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫൈനാൻസ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഴ്സ് ഓഫ് ഫണ്ടാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് കമ്പനിക്ക് ഇവിടെ വരുന്ന കോസ്റ്റ്. അത് കമ്പാരിറ്റീവ്ലി ചീപ്പ് റേറ്റുമാണ്. ഇനി എന്താണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചർ ഹോൾഡർ കൊടുക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതാണ് ഇവിടെ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെപ്റ്റ്സ് ആർ ലാബിലിറ്റീസ് ഓഫ് എ ഫേം. ഒരു കമ്പനിയുടെ ലാബിലിറ്റിയാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്റ്റ് ക്യാപിറ്റൽ കംപ്രൈസസ് ഓഫ് ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് ആൻഡ് ലോങ് ടേം ലോൺസ്. ഡെപ്റ്റ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡിബഞ്ചേഴ്സ് മാത്രമല്ല, ബോണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം ലോൺ, ഇതെല്ലാം ഡെപ്റ്റ് ഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് മീൻസ് ദ പേയ്മെന്റ് ഓർ ബോണ്ട്സ് ഓർ ലോൺസ് ഫ്രം ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനി ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ആ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ബോണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബോണ്ടിന് വരുന്ന കൂപ്പൺ റേറ്റ്, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് തന്നെയാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇനി മറ്റൊരു രീതിയിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ഡിബഞ്ചേഴ്സ്, ഡെപ്റ്റ് ഫണ്ട്സിന് മുകളിൽ കമ്പനി കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ഫണ്ട്, ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഓരോ സോഴ്സിനും ഓരോ രീതിയിലുള്ള കോസ്റ്റ് ആണ് കമ്പനിക്ക് വരുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ കോസ്റ്റ്, ഓവറോൾ കോസ്റ്റിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് WACC, is the average cost of the cost of various source of financing. കമ്പനിയുടെ വേരിയസ് സോഴ്സ് ഓഫ് ഫൈനാൻസ്, ദാറ്റ് മീൻസ് ഇക്വിറ്റി, ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർസ്, റിട്ടൈൻഡ് ഏർണിങ്സ്, ഇതിനെല്ലാം വരുന്ന കോസ്റ്റിനെയാണ് WACC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Properly given weightage according to the proportion of various sources in the capital structure. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ഷെയർസ് എത്ര പ്രൊപ്പോർഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു വെയിറ്റ് ആയിരിക്കും അവിടെ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് എത്ര പ്രൊപ്പോർഷൻ യൂസ് ചെയ്തു, പ്രിഫറൻസ് ഷെയർസ് എത്ര പ്രൊപ്പോർഷൻ യൂസ് ചെയ്തു, ഇതെല്ലാം യൂസ് ചെയ്തതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ഒരു പ്രൊപ്പോർഷൻ എത്രയാണോ നോക്കിയിട്ട് അതിനൊരു വെയിറ്റ് ആണ് ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ കൊടുത്തിരിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Marginal cost of capital may be defined as cost of raising an additional rupee of capital. ഒരു കമ്പനിക്ക് ഫർദർ എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് വീണ്ടും ഫണ്ട് റേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അങ്ങനെ അഡീഷണൽ ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകോർഡ് ഇൻ റേസിംഗ് ന്യൂ ഫണ്ട്സ്. ഓൾറെഡി ഉള്ള കോസ്റ്റിന് പുറമെ പുതിയതായിട്ട് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ഡിബഞ്ചറിന് വരുന്ന കോസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റലിൽ രണ്ട് കേസ് വരുന്നുണ്ട്, റെഡീമബിൾ ഡെപ്റ്റും ഇറഡീമബിൾ ഡെപ്റ്റും. ഇറഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ്, കമ്പനി ഇഷ്യൂ ചെയ്ത ഈ ഡിബഞ്ചേഴ്സ് കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരിക്കലും തിരിച്ചു കൊടുക്കുന്നില്ല. അത്തരം ഡിബഞ്ചേഴ്സിനെയാണ് ഇറഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇറഡീമബിൾ ഡെപ്റ്റിൽ തന്നെ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഉണ്ട്. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണുന്നതിൻ്റെ ഇക്വേഷനാണ് KD = I/NP × 100. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണെങ്കിൽ KD = I × 1 - T / NP × 100. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, ഡിബഞ്ചേഴ്സിന് മുകളിൽ കമ്പനി കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് I എന്ന് പറയുന്നത്. NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ്, ദാറ്റ് മീൻസ് കമ്പനിക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്ന ഫണ്ടിനെയാണ് NP എന്ന് പറയുന്നത്. NP ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പാറിനാകാം, ഡിസ്കൗണ്ടിനാകാം, പ്രീമിയത്തിനാകാം. ഇൻ കേസ് പാറിനാണെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് മാത്രം അവിടെ കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് ഒരു ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ 100 രൂപയാണെങ്കിൽ NP എന്ന് പറയുന്നത് അവിടെ 100 ആയിരിക്കും. പാറിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ NP 100 രൂപയായിരിക്കും. ഇനി കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 5% ഡിസ്കൗണ്ടിനാണെങ്കിൽ അവിടെ 100 രൂപയുടെ 5% എന്ന് പറയുമ്പോൾ 5 രൂപ വരും. അപ്പോൾ കമ്പനിയിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് കമ്പനിക്ക് കിട്ടാവുന്ന ഫണ്ട് എന്ന് പറയുന്നത് 95 രൂപയായിരിക്കും. ദാറ്റ് മീൻസ് ഫേസ് വാല്യൂവിൽ നിന്നും ഡിസ്കൗണ്ട് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് ആണ് NP എന്ന് പറയുന്നത്. ഇനി പ്രീമിയത്തിനാണെന്നുണ്ടെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് NPയുടെ കൂടെ ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 5% പ്രീമിയത്തിനാണെങ്കിൽ 100 രൂപയുടെ 5% എന്ന് പറയുമ്പോൾ 5 രൂപ, കമ്പനിയിലേക്ക് എക്സ്ട്രാ 5 രൂപ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ NP എന്ന് പറയുന്നത് 100 + 5 105 രൂപയായിരിക്കും. മറ്റൊരു കാര്യം, ഇഷ്യൂ ചെയ്യുമ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, കമ്പനിക്ക് പല രീതിയിലുള്ള എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാകാം. ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രോക്കറേജ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് NPയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 1,09,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹20 ഈച്ച്. ഒരു കമ്പനി 1,00,000 ഡിബഞ്ചേഴ്സ്, 9% ആണ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 20 രൂപയാണ്. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഇഫ് ദി ഇഷ്യൂ അറ്റ് പാർ. ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് ദി ഇഷ്യൂ അറ്റ് പാർ, ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പാറിനാണ്. ഇഗ്നോർ ടാക്സ്, ഇവിടെ ടാക്സ് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. ടാക്സ് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. മറ്റൊരു കാര്യം, റെഡീമബിൾ ഡെപ്റ്റ് ആണോ ഇറഡീമബിൾ ഡെപ്റ്റ് ആണോ എന്ന് അനലൈസ് ചെയ്യുന്നത്. റെഡീമബിൾ ഡെപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ലൈഫ് ടൈമിൽ തന്നെ തിരിച്ചു കൊടുക്കുന്ന ഡിബഞ്ചേഴ്സ് ആണ്. അവിടെ ഇയർ പ്രസ്താവിച്ചിട്ടുണ്ടായിരിക്കും. ഇറഡീമബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സിന്റെ മറ്റൊരു പേരാണ് പെർപ്പച്വൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇറഡീമബിൾ ഡെപ്റ്റ് ആണെങ്കിൽ കമ്പനിയുടെ ലൈഫ് ടൈമിൽ ആ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇയറിനെ കുറിച്ചൊന്നും പ്രസ്താവിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പം ഇവിടെ നമുക്ക് ഇയറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇറഡീമബിൾ ഡെപ്റ്റ് ആണെന്ന് അനലൈസ് ചെയ്യാം. Therefore, KD is equal to I divided by NP into 100. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എപ്പോഴും ഡിബഞ്ചേഴ്സിന് കൂടെ തരുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 9% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് ഡെപ്റ്റ് ഫണ്ട് എത്രയാണോ അതിന് മുകളിലാണ് ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഇവിടെ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് 1,00,000 ഡിബഞ്ചറാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ്. അപ്പോൾ ഇവിടെ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് 1,00,000 ഡിബഞ്ചറിന് 20 രൂപ വെച്ച് കമ്പനിയിൽ 20 lakh റുപ്പീസ് കിട്ടും. ഈ 20 lakh റുപ്പീസിന് കമ്പനി 9% ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ 1,80,000 രൂപ കമ്പനി ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. Therefore, KD is equal to 9%. Next question. A Limited issues ₹50,000 8% debentures at a discount of 5%. The tax rate is 50%. Compute the cost of capital. ഇവിടെ റെഡീമബിൾ ഡെപ്റ്റ് ആണോ ഇറഡീമബിൾ ഡെപ്റ്റ് ആണോ എന്ന് നോക്കുന്നത് അവിടെ ഇയർ എന്തെങ്കിലും പ്രസ്താവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ്. ഇവിടെ റെഡീം ചെയ്യുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതും ഇറഡീമബിൾ ഡെപ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ആണോ എന്നുള്ളതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ടാക്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇഗ്നോർ ടാക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ബിഫോർ ടാക്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. ഇവിടെ ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സ് കൺസിഡർ ചെയ്യണം. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് വരുന്നത്. മറ്റൊരു കാര്യം, നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ ഡിബഞ്ചേഴ്സിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു 1,00,000 ഡിബഞ്ചർ എന്നുള്ളത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ A ലിമിറ്റഡ് ഇഷ്യൂസ് ₹50,000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പനിക്ക് ഇഷ്യൂ ചെയ്തിട്ട് ഡിബഞ്ചർ കിട്ടിയിട്ടുണ്ട് എന്നാണ്.
അപ്പോൾ പിന്നെ നമ്മൾ അതിന് പിന്നൊരു കൺവേർഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഡിബഞ്ചർ ഫണ്ട് എന്ന് പറയുന്നത് 50,000 ആണ്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് 8%. ഡിബഞ്ചർ ഫണ്ടിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാണേണ്ടത്. എന്ന് വെച്ചാൽ 50,000-ന്റെ 8% എന്ന് പറയുമ്പോൾ 4,000 രൂപയാണ് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കമ്പനി കൊടുക്കേണ്ടത്. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ 50% ആണ് ടാക്സ് റേറ്റ്. ദാറ്റ് മീൻസ് 0.5 വരും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിബഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 5% ഡിസ്കൗണ്ടിനാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ 50,000 രൂപ കമ്പനിയിൽ കിട്ടൂല. കാരണം ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് കമ്പനിയിലേക്ക് അവർ സ്വീകരിക്കുന്നത്. ഇവിടെ 50,000 രൂപയുടെ 5% ഡിസ്കൗണ്ട് ആയിട്ട് വരുമ്പോൾ 50,000-ന്റെ 5/100 എന്നുമ്പോൾ 2,500 രൂപ ഡിസ്കൗണ്ട് എമൗണ്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ NP കാണുമ്പോൾ NPയിൽ നിന്നും നമ്മൾ ഈ ഡിസ്കൗണ്ട് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യണം. ദോർ NP ഈസ് ഈക്വൽ ടു 47,500 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി KD കാണുമ്പോൾ 4.21 കിട്ടും. 4,000 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. 1 മൈനസ് T, ദാറ്റ് മീൻസ് ടാക്സ് എന്ന് പറയുന്നത് 0.5 ആണ്. 1 മൈനസ് 0.5 എന്ന് പറയുമ്പോൾ 0.5 തന്നെ. 4,000 ഇൻറ്റു 0.5 ചെയ്ത് ഡിവൈഡ് ബൈ 47,500 ഇസ് ഈക്വൽ ടു 4.21% ആണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 4%. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ്. ഇറഡീമബിൾ ഡെപ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് റെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. റെഡീമബിൾ ഡെപ്റ്റ് ആണെങ്കിൽ കമ്പനിയുടെ ലൈഫ് ടൈമിൽ തന്നെ ഈ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ റെഡീമബിൾ ഡെപ്റ്റ് ആണെങ്കിൽ അതിൻ്റെ റെഡീമബിൾ വാല്യൂ, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ്, എന്നാണ് റെഡീം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവിടെയും റെഡീമബിൾ ഡെപ്റ്റിന് ബിഫോർ ടാക്സ് കോസ്റ്റും ആഫ്റ്റർ ടാക്സ് കോസ്റ്റിനും 2 ഇക്വേഷൻ ഉണ്ട്. ബിഫോർ ടാക്സ് ആണെങ്കിൽ KD ഈസ് ഈക്വൽ ടു I പ്ലസ് 1/n RV മൈനസ് NP ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു RV പ്ലസ് NP ഇൻറ്റു 100. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 1/n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇയർ ആണ് 1/n എന്ന് പറയുന്നത്. RV എന്ന് പറയുന്നത് റെഡീമബിൾ വാല്യൂ ആണ്. എന്നാണോ റെഡീം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട വാല്യൂ കോസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ, ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പാർ വാല്യൂവിന് തന്നെയാണ് കമ്പനി അത് റെഡീം ചെയ്യുന്നത് എന്നാണ് അസംഷൻ. NP നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഡിസ്കൗണ്ടിനാണെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം, പ്രീമിയത്തിനാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം. നെക്സ്റ്റ്, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ്. ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ ഇവിടെ ടാക്സും കൂടെ കൺസിഡർ ചെയ്യണം എന്നൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഇഷ്യൂസ് ₹10 lakh 10% redeemable debentures at a discount of 5%. ഒരു കമ്പനി 10 lakh rupeesന്റെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഡിബഞ്ചേഴ്സ് ഫണ്ടാണ് അവിടെ തന്നിട്ടുള്ളത്, റുപ്പീസ് എന്ന് പറഞ്ഞിട്ട്. 10% റെഡീമബിൾ ഡിബഞ്ചേഴ്സ്, 10% എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആണ്. അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%, ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഡിസ്കൗണ്ടിനാണ് 5%. ദി കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എമൗണ്ട് ടു ₹30,000, അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട് 30,000. ദ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ 5 years, ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷമാണ്. കാൽക്കുലേറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെബ്റ്റ് അസ്യൂമിങ് എ ടാക്സ് റേറ്റ് ഓഫ് 50%. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആണ്, അവിടെ ഇയർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ടാക്സ് റേറ്റും തന്നിട്ടുണ്ട്. ഇവിടെ ബിഫോർ ടാക്സും അതുപോലെ തന്നെ ആഫ്റ്റർ ടാക്സും കാണേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ₹10 lakh ആണ്, എന്ന് വെച്ചാൽ ഡിബഞ്ചർ ഫണ്ടാണ്. പിന്നെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് ഫേസ് വാല്യൂവിനായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കാണും. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കാണേണ്ടത് ഡിബഞ്ചർ ഫണ്ടിൻ്റെ മുകളിലാണ്. ഡിബഞ്ചർ ഫണ്ട് എന്ന് പറയുന്നത് 10 lakh ആണ്. 10 lakhന്റെ 10% എന്ന് പറയുമ്പോൾ 1 lakh ഇവിടെ ഇൻട്രസ്റ്റ് വരും. മറ്റൊരു കാര്യം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 5% ഡിസ്കൗണ്ടിനാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയിലേക്ക് 10 lakh rupees കിട്ടില്ല. 5% ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ച് എമൗണ്ടാണ് അവർ റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കുക.
5% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 10 ലാഖിൻ്റെ 5% എന്ന് പറയുന്നത് 50,000 റുപ്പീസ് വരും. ദെർഫോർ 10 ലാഖിൽ നിന്നും 50,000 കുറച്ചിട്ടുള്ള എമൗണ്ടാണ് കമ്പനി റിസീവ് ചെയ്യുകയുണ്ടായിരിക്കുക. മറ്റൊരു കാര്യം, അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് വരുന്ന മറ്റൊരു എക്സ്പെൻസ് ആണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അതുകൊണ്ട് കമ്പനിയുടെ NP ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്നും ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റും ഡിഡക്റ്റ് ചെയ്യണം. ആയതിനാൽ ഇവിടെ 10 ലാഖ് എന്ന് പറയുന്ന ഡിബഞ്ചർ ഫണ്ടിൽ നിന്നും 30,000 അതുപോലെ തന്നെ ഡിസ്കൗണ്ട് എമൗണ്ട് ആയിട്ടുള്ള 50,000 ടോട്ടൽ 80,000 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് NP എന്ന് പറയുന്നത്. Therefore, NP is equal to 9,20,000. ഇനി മറ്റൊരു കാര്യം, റെഡീമബിൾ ഡിബഞ്ചർ ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ റെഡീമബിൾ വാല്യൂ തരാറുണ്ട്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാറില്ല. ഇൻ കേസ് റെഡീമബിൾ വാല്യൂ തന്നിട്ടില്ല എന്നാണെങ്കിൽ അതിൻ്റെ അസംഷൻ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷം കമ്പനി റിഡംഷൻ നടത്തുന്ന സമയത്ത് പാർ വാല്യൂവിനാണ് കൊടുക്കുന്നത് എന്നായിരിക്കും. ഇവിടെ പാർ വാല്യൂ എന്ന് പറയുന്നത് 10 ലാഖ് ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് RV എന്ന് പറയുന്നത് 10 ലാഖ് ആണ്. ഇക്വേഷൻ നോക്കാം. KD is equal to plus 1/n RV minus NP divided by half into RV plus NP into 100. ഇൻട്രസ്റ്റ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. I is equal to 1 lakh plus 1/5. ദാറ്റ് മീൻസ് 5 വർഷങ്ങൾക്ക് ശേഷമാണ് കമ്പനി ഈ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത്. RV എന്ന് പറയുന്നത് റിഡംഷൻ വാല്യൂ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് പാർ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് 10 ലാഖ് റുപ്പീസ് മൈനസ് NP നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റും അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന എക്സ്പെൻസും ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളതാണ് 9,20,000 ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു 10 ലാഖ് പ്ലസ് 9,20,000. അത് ചെയ്താൽ നമുക്ക് 12.08% ആണ് ഈ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് കിട്ടുന്നത്. ബിഫോർ ടാക്സ് കോസ്റ്റ് ആണത്. നെക്സ്റ്റ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഉണ്ട്. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണുന്ന ഇക്വേഷൻ KD ഈസ് ഈക്വൽ ടു I ഇൻറ്റു 1 - T പ്ലസ് 1/n RV minus NP ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു RV പ്ലസ് NP ഇൻറ്റു 100. ഇവിടെ നേരത്തെ തന്ന എമൗണ്ടുകളൊക്കെ തന്നെയാണ് വരുന്നത്. ഒരു എക്സ്ട്രാ വരുന്ന കാര്യം ടാക്സ് ഉണ്ട് എന്നുള്ളതാണ്. ടാക്സ് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50% ആണ്. ദാറ്റ് മീൻസ് 50/100 എന്ന് പറയുമ്പോൾ 0.5 വരും. Therefore 1 lakh into 1 minus 0.5 plus 1/5 10 lakh plus 9,20,000. RVയും NPയും എല്ലാം നേരത്തെ ഉള്ളത് തന്നെ ആയിരിക്കും. അതിലൊന്നും മാറ്റം ഉണ്ടായിരിക്കില്ല. ഇവിടെ ടാക്സ് മാത്രമേ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കുള്ളൂ. അത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 50,000 പ്ലസ് 60,000 ഡിവൈഡ് ബൈ 9,60,000 കിട്ടും. വീണ്ടും അത് കൺവേർട്ട് ചെയ്താൽ 6.875 ആണ് നമുക്കിവിടെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഹാസ് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ് ഹാവിംഗ് കൂപ്പൺ റേറ്റ് 14%. ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് കൂപ്പൺ റേറ്റ് 14% ആണ്. കൂപ്പൺ റേറ്റ് മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 15% ആൻഡ് ഫേസ് വാല്യൂ ഓഫ് ₹100. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ 100 ആണ്. അതിന് വരുന്ന ഫ്ലോട്ടേഷൻ കോസ്റ്റ് 15%. കമ്പനി ഈസ് ഇൻ ദി ടാക്സ് ബ്രാക്കറ്റ് ഓഫ് 35%. കമ്പനിയിൽ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 35% ആണ്. ദ ഡിബഞ്ചേഴ്സ് വുഡ് ബി റെഡീംഡ് ആഫ്റ്റർ 5 years അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. കമ്പനി ഈ ഡിബഞ്ചർ 5 വർഷങ്ങൾക്ക് ശേഷം റിഡംഷൻ നടത്തുമ്പോൾ അത് ഡിസ്കൗണ്ടിനാണ് റെഡീം ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇവിടെ ഡിബഞ്ചർ ഫണ്ട് എന്ന് പറയുന്നത് 100 rupees ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100 rupeesൻ്റെ 14% എന്ന് പറയുമ്പോൾ 14 രൂപയാണ് ഇവിടെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത്. കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നതും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും സെയിം ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 15% എന്ന് വെച്ചാൽ 100 രൂപയുടെ 15% എന്ന് പറയുമ്പോൾ 15 രൂപയാണ് ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ടാക്സ് എന്ന് പറയുന്നത് 35% ആണ്. ദാറ്റ് മീൻസ് 0.35. NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ്. കമ്പനിയുടെ ഫേസ് വാല്യൂ 100 രൂപയാണെങ്കിൽ അതിൽ നിന്ന് എല്ലാ എക്സ്പെൻഡിച്ചറുകളും കുറച്ചിട്ട് കിട്ടുന്നതാണ് NP. ഇവിടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂവിന് തന്നെയാണ്. പക്ഷേ ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 15 രൂപയുള്ളത് കൊണ്ട് NPയിൽ നിന്നും 15 രൂപ ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് NP എന്ന് പറയുന്നത്.
ഫേസ് വാല്യൂവിൽ നിന്നും 15 രൂപ കുറച്ചിട്ട് കിട്ടുന്നതാണ് NP, ദാറ്റ് മീൻസ് 85 റുപ്പീസ്. RV എന്ന് പറയുന്നത് 95 റുപ്പീസ്. ഇവിടെ റിഡംഷൻ നടത്തുന്നത് 5% ഡിസ്കൗണ്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 100 രൂപ ഫേസ് വാല്യൂ ഉള്ളതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 95 രൂപയാണ് കിട്ടുന്നത്. 5 വർഷം കഴിഞ്ഞാൽ കമ്പനി 100 രൂപയുടെ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുന്നത് 95 രൂപയ്ക്കാണ്. ഇക്വേഷൻ നോക്കുക. KD ഈസ് ഈക്വൽ ടു I ഇൻറ്റു 1 - T പ്ലസ് 1/N RV മൈനസ് NP ഡിവൈഡഡ് ബൈ ഹാഫ് RV പ്ലസ് NP ഇൻറ്റു 100. കൺവേർട്ട് ചെയ്യുമ്പോൾ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് 14 രൂപ, 1 മൈനസ് 0.35 എന്ന് പറയുന്നത് ടാക്സ് ആണ് 0.35 പ്ലസ് 1/5 എന്ന് പറയുന്നത് ഇയർ ആണ്, 95 എന്ന് പറയുന്നത് RV, NP നമുക്ക് കിട്ടിയിട്ടുണ്ട് 85 റുപ്പീസ് ഡിവൈഡ് ബൈ ഹാഫ് ഇൻറ്റു 95 പ്ലസ് 85 ചെയ്യുമ്പോൾ ഈ ഡിബഞ്ചറിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 2.33%.